ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന 100ൽ പരം വീഡിയോസ് ഉണ്ടായിട്ടുള്ള പൊടിമുട്ട റെസിപ്പിയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഭയങ്കര ഹൈപ്പിൽ വന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കി നോക്കി കഴിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ പറയാം കേട്ടോ. പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക് പ്രോപ്പറായിട്ട് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. കുരുമുളക്, പിന്നെ മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, പൊട്ടുകടലയാണ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച ചെറുപരിപ്പും ഉഴുന്നുമാണ്. പിന്നെ രണ്ടാമത് എടുത്തത് ഉഴുന്നാണ് കേട്ടോ. പിന്നെ ഉലുവ, വറ്റൽമുളക് ഞാൻ 4 എടുത്തിട്ടുള്ളൂ. എനിക്കൊരു മൈൽഡ് എരുമതി. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 6 8 ഒക്കെ ആക്കാം. 8 വറ്റൽമുളകോളം ആണ് ആളുകൾ എടുക്കുന്നത്. ഇനി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. ഇനി എള്ളും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉണങ്ങിയ കറിവേപ്പില ആയതുകൊണ്ട് ഞാനത് അവസാനം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു പകുതി വരെ റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷമാണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ളും ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയുള്ളൂ. കറിവേപ്പില ഇതുപോലെ വറുത്തിട്ട് നമ്മൾ ഒരു ഡബ്ബയിൽ അടച്ച് വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് പൊടിക്കുന്നതിന് മുമ്പ് മിസ്സായിപ്പോയി. അപ്പോൾ പിന്നെ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്തത്. കറിവേപ്പിലൊക്കെ തിരുമ്മി നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞും കിട്ടും. പക്ഷേ മുളക് ചിലപ്പം ഒന്ന് വളഞ്ഞിരിക്കും. അത് ചൂടാറിയതിന് ശേഷമാണ് ഒന്നും കൂടെ ക്രിസ്പി ആവുക. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ചൂടാറിയതിന് ശേഷം പൊടിക്കാം. ഉണങ്ങിയൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കുറേ നാൾ കൂടിയിട്ട് കേടുകൂടാതെ ഇരുന്നോളൂ. നല്ലോണം പൊടിഞ്ഞു പോകരുത്. ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരു 80% ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറന്നു പോയത് കൊണ്ട് ഈ ഒരു സമയത്താണ് മഞ്ഞളും ഉപ്പും ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോറേജ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനെടുത്ത അളവിൽ ഇത്രയും ആണ് പൊടി കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പുഴുങ്ങിയെടുത്ത മുട്ടയെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സമയത്ത് വെച്ചെടുത്തതാണ് മുട്ട. ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഗോൾഡൻ നിറം വന്നിട്ടുണ്ടെങ്കിൽ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ വിചാരിച്ച പോലെ എല്ലായിടത്തും ഒന്നും റോസ്റ്റായി വരില്ല. അപ്പോൾ പരമാവധി നമുക്ക് ചട്ടി ചരിച്ചെടുത്തിട്ടൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ ഒരു പൊടി ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പൊന്നും പിന്നീട് ചേർത്തിട്ടില്ല. ആ ഒരു പൊടിയിൽ ചേർത്ത് കൊടുത്ത ഒരു ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മളിട്ട പൊടി കരിഞ്ഞ് പോകേണ്ട, അത്രയും സൂക്ഷിക്കേണ്ടതുള്ളൂ. ഇനി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ഒരുപോലെ നമ്മളിട്ട ഈ ഒരു പൊടിയൊക്കെ ഒന്ന് കോട്ടിംഗ് ആയി വരും. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അതേപോലെ പൊടിച്ചെടുക്കുമ്പോഴൊക്കെ ഒരു സാമ്പാർ പൊടിയോട് സാമ്യം തോന്നുന്നൊരു സ്മെല്ലാണ്. ആലോചിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇടുന്നൊരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. കായം ചേർത്തിട്ടില്ല. പിന്നെ വെളുത്തുള്ളി കൂടുതലായിട്ട് ആഡ് ചെയ്തു. അത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായ
അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡയറ്റിൽ നിൽക്കുമ്പോൾ സ്ഥിരമായിട്ട് മുട്ട കഴിച്ചിട്ട് പുഴുങ്ങിയ മുട്ട മാത്രം കഴിച്ചിട്ട് മടുപ്പുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്, കഴിക്കാനും നല്ല രുചിയുണ്ട്. നമ്മളിട്ട ഒരു പൾസസോ അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആയിരിക്കും ഒരു ചെറുതായിട്ടൊരു നട്ടി ഫ്ലേവർ, ഒന്ന് കടിക്കുമ്പോൾ ഒരു കറുമുറും ഒക്കെ എന്നുള്ളൊരു ശബ്ദമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.